പഞ്ചാബിലെ മൊഹാലിയിൽ ബഹുനില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 2 ഒരു മൃതദേഹം കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇനി എത്ര പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതിലൊരു വ്യക്തതയുണ്ടോ? ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തെടുത്ത മൃതദേഹമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതുവരെ പുറത്തെടുത്ത 2 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെയാണ്. ദൃഷ്ടി എന്നാണ് പേര്. ഹിമാചൽ സ്വദേശിനിയാണ്. രണ്ടാമത് ഇപ്പോൾ ഒരു ആൺകുട്ടിയുടെ മൃതശരീരമാണ് പുറത്തെടുത്തത്. പേര് അഭിഷേക് എന്നുള്ളതാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 17 മണിക്കൂറായി ഈ കെട്ടിടം നിലംപൊത്തിയിട്ട്. ഇപ്പോഴും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അനൗദ്യോഗിക വിവരം അനുസരിച്ച് 10ഓ അതിലധികമോ ആളുകൾ ഉണ്ട്, ഇപ്പോഴും അകപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ അവിടുത്തെ അധികാരിയിൽ നിന്നും ഒരു റിപ്പോർട്ട് ലഭിക്കുന്നത്. നിലവിൽ 4 സംഘങ്ങളുടെ NDRFും അതുപോലെ തന്നെ 80 അംഗ കരസേന സംഘങ്ങളും ദൗത്യ സംഘങ്ങളും അവിടെയുണ്ട്. ഈ 17 മണിക്കൂറായി തന്നെ വലിയ ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടം നിലനിന്നിരുന്നത് സോഹന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ ഈ കെട്ടിടം ഉണ്ടായിരുന്നതിന് തൊട്ട് സമീപത്തെ മറ്റൊരു പ്ലോട്ടിൽ ഒരു പ്രദേശത്ത് ഈ ബേസ്മെൻറ്റ് കുഴിച്ച് അസ്ഥിവാരം തോണ്ടിയ സംഭവത്തിൽ ആ ഒരു സമയത്ത് ഉണ്ടായ പ്രകമ്പനത്തിലാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ കെട്ടിടം കൂടി നിലംപൊത്തിയിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണത്തിൽ അടക്കം പിഴവുകളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ ആരോപണങ്ങൾ വരുന്നു. എന്തായാലും ആ കെട്ടിട ഉടമകളായിട്ടുള്ള 2 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകളെ ജീവനോടെ പുറത്തിറക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും 17 മണിക്കൂറായി അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ അവിടെയുള്ള രക്ഷാദൗത്യത്തിലുള്ളവർക്ക് അടക്കമുണ്ട്. ശരി, 17 മണിക്കൂറായി രക്ഷാദൗത്യം തുടരുകയാണ്. 2 കുഞ്ഞുങ്ങളുടെ ശവശരീരമാണ് പുറത്തേക്ക് എത്തിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, തിരച്ചിൽ തുടരുകയാണ്. ദുഷ്കരമാണ്. എന്താണ് അർജുൻ ഇവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്?